ആലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയതായ സംശയം. കൊല്ലപ്പെട്ടത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അമ്പലപ്പുഴയിൽ പോലീസ് തെരച്ചിൽ നടത്തുന്നു. കരൂർ സ്വദേശി ജയചന്ദ്രൻ കസ്റ്റഡിയിലാണ്. രാവിലെ 9:40 കരുനാഗപ്പള്ളിയിൽ നിന്നും പോലീസ് സംഘം അമ്പലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ നിൽക്കുന്നത് ജയചന്ദ്രൻ്റെ വീടിന് സമീപമാണ്. പണിതീരാത്ത വീട്, അതുമായി ബന്ധപ്പെട്ട് എവിടെയോ ആണ് ഒരുപക്ഷേ വിജയലക്ഷ്മിയെ കുഴിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പോലീസ് അവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഈ വീട്ടിലാണ് ജയചന്ദ്രൻ താമസിക്കുന്നത്. ജയചന്ദ്രനും ജയചന്ദ്രൻ്റെ ഭാര്യയും ഒരു കുട്ടിയും ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഈ പറയുന്ന വിജയലക്ഷ്മി ഇവിടെ വന്നിരുന്നതായിട്ട് നാട്ടുകാരിൽ ചിലർ നമ്മോട് ഇപ്പോൾ പങ്കുവെക്കുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസും മറ്റും ഇവിടെ എത്തിയിരുന്നു. അവർ നടത്തിയ പരിശോധനയിൽ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പണിതീരാത്ത വീടുണ്ട്. ആ പണിതീരാത്ത വീടിനുള്ളിൽ എന്തൊക്കെയോ കത്തിക്കരിഞ്ഞ ചില അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പോലീസ് നാട്ടുകാരോട് പറഞ്ഞു അങ്ങോട്ടേക്കൊന്നും ആരും കയറരുത് എന്നൊക്കെ പറഞ്ഞ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടാണ് പോയേക്കുന്നത്. എന്തായാലും ഈ നിൽക്കുന്ന ജയചന്ദ്രൻ്റെ വീട് നിൽക്കുന്ന പ്രദേശമെന്ന് പറയുമ്പോൾ ചുറ്റുപാടും വീടുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തുകയോ അല്ലെങ്കിൽ അതിനെ കുഴിച്ചിടാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ എന്തായാലും കരുനാഗപ്പള്ളിയിൽ നിന്നും പോലീസ് സംഘം എത്തുന്നത് കൃത്യമായ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടി ഇവിടെ എത്തിച്ചേരുകയും ഏതെങ്കിലും തരത്തിൽ വാക്കുതർക്കമുണ്ടാകുകയും അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകാമെന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. എന്തായാലും അമ്പലപ്പുഴ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഈ സ്ത്രീയുമായി അടുപ്പമുള്ള യുവാവ് കസ്റ്റഡിയിൽ നിന്നും വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിരുന്നു. ഈ വിവരങ്ങളിൽ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയതാകാം എന്നൊരു സംശയം തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അത്തരം സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്പസമയത്തിനുള്ളിൽ പോലീസ് ഇവിടെ എത്തുകയും പരിശോധന നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഷാജഹാൻ, ഈ വീട് പണി നടക്കുന്ന വീട് ആരുടേതാണ്? ഇപ്പോൾ ഷാജഹാൻ നിൽക്കുന്നത് ജയചന്ദ്രൻ്റെ വീട്. ജയചന്ദ്രൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പണി നടക്കുന്ന വീട്. അതാരുടേതാണ്? ജയചന്ദ്രൻ തന്നെയാണോ? തൊട്ട് സമീപത്തുള്ള വീടും ജയചന്ദ്രൻ്റെ തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പരിസരവാസികളോട് നമുക്ക് ഇക്കാര്യങ്ങളൊന്ന് ചോദിക്കാം. ഇവിടെ നാട്ടുകാരുമൊക്കെ തന്നെ സംഭവം അറിഞ്ഞ് കൂടി നിൽക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നുള്ളൂ. ചേട്ടാ, ഇത് ജയചന്ദ്രൻ്റെ വീടാണോ ഇത്? അപ്പുറത്തുള്ള വീടാ പുതിയ പുള്ളി ഈ പെൺകുട്ടി ഇവിടെ എങ്ങാനും വരാറുണ്ട്? അങ്ങനെ വല്ലതൊക്കെ അറിയാം? കണ്ടിട്ട് തോന്നിയില്ല. ആരൊക്കെയാ താമസം? അവർ ഭാര്യയും ഭർത്താവും പോകുന്നു. മോനെ മക്കളൊക്കെ വലിയ പിള്ളേരൊക്കെ? 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ പരിസരത്ത് പോലീസ് വന്നിരുന്നു കഴിഞ്ഞ ദിവസം? ഈ 2-3 ദിവസമായിട്ട് പോലീസ് ഉണ്ട്. ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. പോലീസിന്റെ രണ്ട് തൈയുടെ ഇടയ്ക്ക് പോലീസ് അല്ല, കൂടുതൽ 2-3 ദിവസമായിട്ട് പോലീസ് വരുന്നുണ്ട്. പോലീസ് ഇന്ന് വെളുപ്പിനാണ് ഇവിടുന്ന് റോഡിൽ നിന്ന് പോലീസ് പോയത്. ഞാൻ കണ്ടതാണ്. അപ്പോൾ അത് തന്നെയാണ് സിജു കാര്യം. പോലീസ് ഇവിടെ 2-3 ദിവസമായിട്ട് പോലീസിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ പരിസരത്ത് എവിടെയോ കാര്യം ഇവിടെയൊക്കെ തന്നെ മണ്ണ് പുതുതായിട്ട് മറവ് ചെയ്ത പോലുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അതെന്തായാലും പോലീസ് വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസും അതോടൊപ്പം തന്നെ അമ്പലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘവും കൂടി ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം അവർ ഈ പ്രദേശങ്ങളിൽ പരിശോധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് അവർ പ്രാഥമികമായിട്ടുള്ള ചില പരിശോധനകൾ നടത്തിയെന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക്. ഷാജഹാൻ, ഈ ജയചന്ദ്രൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഈ 6-ാം തീയതി വിജയലക്ഷ്മിയെ കാണാതാകുന്നു. അതിനുശേഷം വിജയലക്ഷ്മി അവിടെ എത്തിയിരുന്നു. ഒരുപക്ഷെ ഈ വീട്ടിൽ തന്നെ ആകണമെന്നില്ല. ഈ ജയചന്ദ്രൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ? ജയചന്ദ്രൻ ഈ 6-ാം തീയതിക്ക് ശേഷവും ഈ വീട്ടിൽ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6-ാം തീയതി പെൺകുട്ടിക്ക് മാൻ മിസ്സിങ്ങിന് കേസ് വന്നതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൽ ഇയാളുമായിട്ട് പരിചയമുണ്ടെന്ന് വരികയും ഇയാളെക്കുറിച്ച് അന്വേഷിക്കും. ഷാജഹാനാണ് ഏതായാലും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രൻ്റെ അമ്പലപ്പുഴയിലെ വീടിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ വിവരങ്ങൾ നൽകുന്നത്. ഷാജഹാൻ നിൽക്കുന്ന ജയചന്ദ്രൻ്റെ വീട്ടിൽ തൊട്ടടുത്ത് ഒരു പണി നടക്കുന്ന വീടുണ്ട്. മറ്റ് അയൽവാസി പണി കഴിപ്പിക്കുന്ന വീടാണ്. അതിനടുത്ത് മണ്ണ് കിളച്ച് മറിച്ചിട്ടതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ തന്നെയാണോ ഏതാണോ എന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും സ്ഥിരീകരിക്കാനാകുന്നില്ല. ഏതായാലും ഈ ജയചന്ദ്രൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്, അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിലാണ്. നിലവിൽ
ഷാജഹാൻ, നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഇത് മാത്രമാണ്. നേരത്തെ കൊല്ലത്ത് നിന്ന് രാജ്കുമാർ പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം 6-ാം തീയതി വിജയലക്ഷ്മിയെ കാണാതാകുന്നു. അതിനുശേഷം വിജയലക്ഷ്മി ജയചന്ദ്രനോടൊപ്പം എത്തുന്നു, ജയചന്ദ്രനുമായി ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്തെ ബസ്സിൽ നിന്ന് കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്പലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാവുകയും ചെയ്തത്. പക്ഷേ ഇപ്പോഴും പോലീസിൻ്റെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് മാൻ മിസ്സിംഗ് തന്നെയാണ്. വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള സംബന്ധിച്ച് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ വിജയലക്ഷ്മിയെ കണ്ടെത്തിയിട്ടുമില്ല. നിങ്ങളുടെ സ്ഥലമാണ് ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്, ചേട്ടത്തെ എൻ്റെ ഇയാളെ അമ്മയും. അപ്പോൾ ഞങ്ങൾ 8-ാം തീയതി രാവിലെ ഇവിടെ തറക്കല്ലിട്ടതാണ്, വീട് പണി തുടങ്ങാൻ വേണ്ടി. ഒരു സംഘടനയായിട്ട് വീട് ഫ്രീ ആയിട്ട് വെച്ച് തരികയാണ്. അപ്പം ഈ വാർത്ത കണ്ടുകൊണ്ട് എല്ലാവരും വിളിച്ച് പറയുന്നു നിങ്ങളുടെ സ്ഥലമാണ് ഇത് എന്ന് പറയുന്ന ഒരുപാട് പേര് വിളിക്കുന്നു, എൻ്റെ മോളെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ പേടിച്ചിട്ട് വന്നത്. എന്തെങ്കിലും അല്ല, വേറെ പ്രശ്നമൊന്നും ഇല്ല ഇവിടെ. ഇല്ല, നമ്മളിവിടെ ഞങ്ങൾ ഈ വേര് ക്ലീൻ ചെയ്തതേ ഉള്ളൂ, കുറച്ച് നാളെ ആയുള്ളൂ ക്ലീൻ ചെയ്തിട്ട്. ഇവിടെ മൊത്തം കാടായിരുന്നു, അപ്പോൾ ക്ലീൻ ചെയ്ത് അതിന്റെ വേരൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും ഇവിടെ വന്ന് പോയതിനു ശേഷം ഇവിടെ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്?